തെരഞ്ഞെടുപ്പ് പരാജയം ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഓരോ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ദേവികുളം നിയോജക മണ്ഡലത്തിലെ പരാജയത്തെ സംബന്ധിച്ചും CPIM വളരെ വിശദമായി തന്നെ പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവികുളം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജയുടെ പരാജയത്തിന് കാരണം NDA സ്ഥാനാർത്ഥിയായി മുൻ MLA S രാജേന്ദ്രൻ മത്സരിച്ചതാണെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. പാർട്ടി വോട്ടുകളും രാജേന്ദ്രൻ പിടിച്ചതായിട്ടാണ് ഏരിയ കമ്മിറ്റി വിലയിരുത്തിയത്. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പങ്കെടുത്തു ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ഷിനു വളകോട് ചേരുകയാണ്. ഷിനു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചുവരവാണ് ഇടുക്കിയിൽ ഉണ്ടായത്. എന്നാൽ ഇടതുപക്ഷത്തിന് ഇടത് കോട്ടകൾ തകർന്നു വീഴുന്ന വലിയ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരാജയം, ആ പരാജയത്തിൻ്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് S രാജേന്ദ്രനെ അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. S രാജേന്ദ്രൻ പിടിച്ച വോട്ടുകൾ, അവിടെ പാർട്ടി വോട്ടുകൾ ചോർച്ചയുണ്ടായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ പാർട്ടിക്ക് വേരോട്ടമുള്ള ദേവികുളത്തും മൂന്നാറിലുമടക്കം വോട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഈ രാജേന്ദ്രനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു നടപടിയിൽ വലിയൊരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എത്തരത്തിലായിരുന്നു CPMന്റെ ഏരിയ കമ്മിറ്റി ഈ ഒരു കാര്യത്തിൽ വിലയിരുത്തൽ നടത്തിയത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട A രാജയുടെ പരാജയം മുൻപ് CPMന്റെ MLA ആയിരുന്ന S രാജേന്ദ്രന്റെ BJP പ്രവേശനവും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും മൂലമാണെന്നാണ് CPM മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ഏരിയ കമ്മിറ്റിയുടെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണകളിലൊക്കെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ തോട്ട മേഖലയും LDFനെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നു. എന്നാൽ S രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം മൂലം ഇത്തവണ അവർ ഇടതുപക്ഷത്തെ കൈവിടുകയും അത് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഈ പരാജയം വളരെ ആഴത്തിലുള്ളതാണെന്നും അതിനെ സംബന്ധിച്ച് പഠിക്കണമെന്നും അധികം താമസിയാതെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നുമാണ് മൂന്നാറിൽ നടന്ന CPM ഏരിയ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അത്തരത്തിലാണ്. എന്തായിരുന്നാലും S രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം NDA സ്ഥാനാർത്ഥിയായി കടന്നു വന്നത് A രാജയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് CPIMന്റെ ഏരിയ കമ്മിറ്റി, മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഷിനു വളകാടാണ്.